ഹലോ. അപ്പം എൻ്റെ അനിയത്തി രാത്രി വരുന്നുണ്ട്. രാത്രി കുറച്ച് ലേറ്റാകും വരെ. അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പോൾ അതിനു മുന്നേ ഞാൻ ചോറിന് കുറച്ച് മുട്ട വറവാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ട തോരനാക്കി. നമുക്കിന്ന് മാങ്ങ പുളിശ്ശേരി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് മാങ്ങ പുളിശ്ശേരീൻ്റെ ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് മുട്ട തോരനെടുത്തു. പിന്നെ ഞണ്ടിൻ്റെ കറി ഉണ്ടായിരുന്നു. അപ്പം ഞണ്ട് കഴിക്കാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഗ്രേവി എടുത്തിട്ട് അത് മാത്രം കഴിച്ചു. എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി കുഴക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയായിരുന്നു. കൂട്ടത്തിൽ പപ്പടം ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയ ഒരു കാര്യമാണല്ലോ മാങ്ങ പുളിശ്ശേരി. ഇപ്പോഴത്തെ മാങ്ങേൻ്റെ സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഉണ്ടാക്കാൻ പറ്റുന്ന ബെസ്റ്റ് കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഒരു മധുരം പുളിയെല്ലാം വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതും പെട്ടെന്ന് കോൾ വന്നു, എത്താറായി. അപ്പം തന്നെ ഞാൻ വേഗം വണ്ടി എടുത്തിട്ട് പോയി. അപ്പോഴത്തേക്ക് ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എവിടെ പോകുമ്പോഴത്തേക്കും ആ ടൈം നോക്കുമ്പോൾ ഗേറ്റ് അടക്കം ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് സമയം ഗേറ്റ് പൂട്ടിയിട്ട് അവിടെ നിന്നു. ട്രെയിൻ അപ്പോഴത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് നല്ലൊരു തണുത്ത കാറ്റെല്ലാം ഇങ്ങനെ വീശുന്നുണ്ട്. അപ്പോൾ മഴ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് സമയം നിൽക്കുമ്പോഴത്തേക്ക് നായിക എത്തിയിട്ടുണ്ട്. അവൾ കുറച്ചായി ലീവിന് വന്നിട്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് വന്നിട്ടുണ്ടായത്. അപ്പം ഞാൻ അവളെയും കൂട്ടിയിട്ട് ഇനി വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതായിരുന്നു. തീരുമാനം വെറുതെ ആയിരുന്നു. അപ്പോഴേക്ക് അവിടെ ഒരു ഹോട്ടൽ കണ്ടു. ഷവർമ കഴിക്കാനായിരുന്നു പോയിട്ടുണ്ടായത്. പക്ഷേ ഷവർമ അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കൊത്തു പൊറോട്ട വാങ്ങിച്ച് സംതൃപ്തി അടങ്ങി. ഞാൻ ചോറ് കഴിച്ചത്, അതുകൊണ്ട് പിന്നെ എനിക്ക് വേണ്ടിയില്ല. പക്ഷേ വാങ്ങിച്ചാലും ഞാനും തിന്നും. അപ്പോൾ അതാ പകുതി എത്തുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലെത്താന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഗേറ്റും പൂട്ടി. ഇപ്പോൾ കുറച്ച് ഒരു സ്ഥലത്ത് കയറി നിന്ന് മൊത്തത്തിൽ നനഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കുളിച്ച് പിന്നെ കൊത്തു പൊറോട്ട കഴിക്കാൻ തുടങ്ങി. ഓള് തിന്നുന്ന സമയത്ത് ഞാനും കുറച്ചെടുത്ത് തിന്നു. മുട്ട ബാലൻസ് ഉണ്ടായിരുന്നു, മുട്ട വറവ്. അപ്പോൾ അതും കൂടി മിക്സ് ആക്കിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേട്ടാ.